Dear students, welcome to Learner's World. In this video, I'm going to talk about A Flood of Disasters by K.K. Shailaja, MDC Humanities, 3rd semester, Calicut University. Summary of A Flood of Disasters by K.K. Shailaja. ദുരന്തങ്ങളുടെ വെള്ളപ്പൊക്കം by K.K. Shailaja. The 10th chapter of K.K. Shailaja's autobiography, My Life as a Comrade, the story of an extraordinary politician and the world that shaped her, titled A Flood of Disasters, portrays Kerala's resilience during a series of natural and health crises that tested the state's governance and healthcare system. നമുക്ക് പഠിക്കാനുള്ളത് K.K. ശൈലജയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ ലൈഫ് ആസ് എ കോംറേഡ്, ഒരു സഖാവിൻ്റെ ജീവിതം. ഇതിലെ 10th ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സഖാവിൻ്റെ ജീവിതം, അസാധാരണയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെയും അവരെ രൂപപ്പെടുത്തിയ ലോകത്തിൻ്റെയും കഥ. ഇതാണ് നമുക്ക് ഇതിലെ 10th ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒരു കൂട്ടം പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ ആരോഗ്യ പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. The chapter begins with Cyclone Oki 2017, one of the fiercest cyclones to strike the Arabian Sea in the decades. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ 2017 ഓക്കി ചുഴൽക്കാറ്റ് ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത്. അറബിക്കടലിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ചുഴൽക്കാറ്റുകളിൽ ഒന്നാണ് ഈ ഓക്കി ചുഴൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇത് It devastated Kerala's coastal regions, especially തിരുവനന്തപുരം, and left hundreds dead or missing. അതായത് കേരളത്തിൻ്റെ തീരദേശങ്ങളെയാണ് കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി തിരുവനന്തപുരം, ഇവിടേക്കാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകളെ കാണാതായിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതോടനുബന്ധിച്ച് ഈ ഒരു ഓക്കി ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് അത് വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. The government swiftly launched large-scale rescue and relief operations, ensuring immediate treatment and trauma care for survivors. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം നമ്മുടെ കേരള സർക്കാർ ഉടൻ തന്നെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് ഉടനടി അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കുടുംബമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ട്രോമ കെയർ ഒരു സപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സർവൈവേഴ്സിന്, അതിജീവിച്ച ആളുകൾക്ക്. Mental health volunteers provided counseling to the bereaved families, emphasizing that emotional recovery was as important as physical healing. ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് വോളണ്ടിയേഴ്സ്, മാനസികാരോഗ്യ വോളണ്ടിയർമാർ കൗൺസിലിംഗ് ഒക്കെ നൽകിയിരുന്നു. അതായത് ഇതിൽ നിന്ന് അതിജീവിച്ച് തൻ്റെ കുടുംബമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് നൽകണം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിലെ വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. 2017 ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് soon after, Kerala faced the catastrophic floods of August 2018, the worst since the Great Flood of 1924. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 2018 ഓഗസ്റ്റിൽ ഒരു വെള്ളപ്പൊക്കം, വിനാശകരമായിട്ടുള്ള ഒന്നായിരുന്നു വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അതും നമ്മുടെ കേരളം അതിനെ നേരിട്ടു. 1924 ആ ഒരു ശേഷം ഗ്രേറ്റ് ഫ്ലഡ് ഓഫ് 1994, അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു 2018 നടന്നത് എന്നാണ് പറയുന്നത്. Torrential rains, overflowing rivers and landslides submerged entire towns, displacing millions.
ടൊറൻഷ്യൽ റെയിൻസ്, പേമാരി, ഓവർഫ്ലോയിങ് റിവേഴ്സ്, നിറഞ്ഞൊഴുകിയ നദികൾ, അതുപോലെ ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിലുകൾ ഒക്കെ കാരണം ഒരുപാട് പട്ടണങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ വീടും കൂടിയൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ദൃക്സാക്ഷികളായതാണ് ഈ ഒരു വെള്ളപ്പൊക്കത്തിന്. അണ്ടർ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻസ് ലീഡർഷിപ്പ് ദ എൻറ്റയർ ഗവൺമെൻറ് മെഷീനറി വാസ് മൊബിലൈസ്ഡ്. അങ്ങനെയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും അതിന് അണിനിരുന്നത്. The fishing community emerged as unsung heroes, rescuing thousands using their boats, earning the title Kerala's own army. അതുപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതായത് മത്സ്യത്തൊഴിലാളികൾ, അവർ അവരുടെ ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണ്, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അവരവരുടെ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്നുള്ള വിശേഷണം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, കേരളസ് ഓൺ ആർമി. സിറ്റിസൺ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് കോൺട്രിബ്യൂട്ടഡ് സെൽഫ്ലെസ്ലി ടു ദ റിലീഫ് എഫേർട്സ്. അതായത് എല്ലാ തുറകളിലുള്ള സിറ്റിസൺസ്, പൗരന്മാരും ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവർ സെൽഫ്ലെസ്സായിട്ട്, നിസ്വാർത്ഥമായിട്ട് അവർ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. Despite damages exceeding rupees 40,000 crore, the state persevered with financial support powering into the Chief Minister's Distress Relief Fund. പിന്നീട് പറയുന്നത് ഏകദേശം 40,000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ഒഴുകിയെത്തി. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് അതിജീവിച്ചു. Following the floods, the state faced the risk of a public health crisis due to waterborne and vector-borne diseases like leptospirosis, dengue and cholera. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം അടുത്തതായിട്ട് വന്ന ക്രൈസിസ് നമ്മുടെ കേരളം നേരിട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇതിന് ശേഷം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹെൽത്ത് ക്രൈസിസ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ്. അതുപോലെ ഡെങ്കിപ്പനി, കോളറ തുടങ്ങിയിട്ടുള്ള വാട്ടർബോൺ ഡിസീസ്, ജലജന്യ ഡിസീസ്, അതുപോലെ ബാക്ടീരിയജന്യ രോഗങ്ങളൊക്കെ കാരണം നമ്മുടെ സംസ്ഥാനം ഒരുപാട് പ്രതിസന്ധി നേരിട്ടു എന്നാണ് പറയുന്നത്. Under Shailaja's leadership, the Health Department launched an extensive sanitation and disease prevention campaign, distributing doxycycline, then prophylaxis to millions to prevent infection. അതും നമ്മൾ അതിജീവിച്ചു. ശൈലജ, കെ ശൈലജയുടെ നേതൃത്വത്തിലായിരുന്നു അതിന് നമ്മൾ അതിജീവിച്ചത്. അതായത് വിപുലമായിട്ടുള്ള ശുചീകരണ പ്രക്രിയകളൊക്കെ നടന്നു. രോഗപ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചു. അണുബാധ തടയാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികകളൊക്കെ വിതരണം ചെയ്തു. അങ്ങനെ അതിനെയും അതിജീവിച്ചു. കെ ശൈലജാസ് നരേറ്റീവ് ഹൈലൈറ്റ്സ് കേരള സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, സയൻറ്റിഫിക് പ്രിപ്പയർഡ്നെസ് ആൻഡ് കമ്പാഷനേറ്റ് ഗവർണൻസ് ഡ്യൂറിങ് ക്രൈസിസ്. അപ്പോൾ കെ ശൈലജയുടെ ഈ ഒരു നരേറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അതായത് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. യൂണിറ്റി, അതായത് ഒത്തൊരുമയോട് കൂടി അതിനെ നേരിടും എന്നുള്ളതാണ് ഈ ഒരു നരേറ്റീവിൽ പറയുന്നത്. അതായത് ഐക്യബോധത്തോട് കൂടിയിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ തരണം ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഒരു നരേറ്റീവിൽ. ഓക്കെ, her account exemplifies how effective leadership and community solidarity can turn disasters into lessons of collective strength and resilience. അപ്പോൾ അവരുടെ ഈ ഒരു നരേറ്റീവിൽ പറയുന്നത് ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പോട് കൂടി, ഒരു കമ്മ്യൂണിറ്റി, അതായത് ഒരു കൂട്ടായ്മയോട് കൂടി, ഒരു ഐക്യത്തോട് കൂടിയിട്ട്, അതുപോലെ ഈ എന്ത് പ്രതിസന്ധി ലൈഫിൽ വന്നു കഴിഞ്ഞാലും, അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്കതിനെ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്.